അച്ഛനൊരു കപ്പക്കയറ്റം പറിച്ചു തരുമോ അതിന്റെ പോലെ ഒന്നും കറി വെക്കാനില്ല, മീനും ഇല്ല, ഇന്നൊന്നുമില്ല. നല്ല മഴക്കാറ് പിടിച്ചിട്ടുണ്ട്, മഴ പെയ്യോമാപ്പ. അച്ഛൻ നല്ല മഴ പിടിച്ചിട്ടുണ്ടല്ലോ, മഴ പെയ്യുവാ. അച്ഛൻ അതിന്റെ മുകളിൽ ഒരു കപ്പക്ക പറിച്ചു തരും അച്ഛാ. അത് മൂത്തിട്ടില്ല മോളെ, വേണമെങ്കിൽ എനിക്ക് പറിച്ചു തരാം. മൂത്തിച്ചങ്ങ് വേണ്ട അച്ഛാ, ചള്ളു പറിച്ചിട്ട് വെറുതെ എന്തിനാന്ന് കളയുന്നത്, ടേസ്റ്റ് ഉണ്ടാവും ചെയ്യില്ല. മോളെന്താ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലേ? ഓ, ഇന്ന് മീനൊന്നും കിട്ടിയിട്ടച്ചാ, കിട്ടിയിട്ടുണ്ടെ നല്ലൊരു കറി വെക്കായിരുന്നു, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാ പിന്നെ എനിക്ക് കുറച്ച് മീൻ തരാം, ഞാൻ കുറച്ച് മീൻ അധികം വാങ്ങിച്ചേ. ആദ്യം വാങ്ങിയിട്ടുണ്ടോ കൊണ്ടുവച്ചാ, ഞാൻ കറിയാക്കിട്ട് കൊണ്ടുതരാം. അമ്മയുടെ ഇനി അമ്മ കുളിക്കുന്നുണ്ട് മോളെ, നീ പയ്യന്നൂർ പോയിട്ട് നേരത്തെ വന്നിനാ? അവന് ചേച്ചിക്ക് സുഖം ഉണ്ടായിട്ട് ഞാൻ വിളിച്ചിട്ട് പോയി, ഇപ്പം വന്നിനത്രേ. ചേച്ചീനെ എവിടെ കാണിച്ചിന് മോളെ? ചേച്ചിക്ക് രാവിലെ തല ചുറ്റിപ്പോയി, എന്നിട്ട് ഇവിടെ പ്രിയദർശിനിയിൽ കാണിച്ചിന്, എനിക്ക് ട്രിപ്പെല്ലാം ഇട്ടിന്. ഇപ്പാന്ന് അങ്ങോട്ട് പോയി, 5 മണി കഴിഞ്ഞിന് വീട്ടിലേക്ക് പോകുമ്പോ. പനിയെല്ലാം ഉണ്ട്. ചേച്ചിന്റെ അമ്മേനെ ഞാൻ വീട്ടിലാക്കിട്ടാണ് ഇങ്ങോട്ട് വന്നിനച്ചാ. നാരായണ കുഞ്ഞിനെയും കൂട്ടിട്ട് വരുന്നുണ്ടായിനി. ഞാൻ എത്താൻ വൈകുന്ന് വിളിച്ചു പറഞ്ഞു വെച്ചാ, എനിക്ക് നാളെട്ടാൻ കുഞ്ഞിനെയും കൂട്ടിട്ട് വന്നതാണ്. അതുകൊണ്ട് ഇന്ന് മീനൊന്നും മണിക്കാൻ പോയിട്ടാ, സമയം ഉണ്ടായിട്ടാ വാങ്ങാൻ. പിന്നെ മോളെ വലിയ മത്തിയാന്ന് ആക്കിട്ട് കൊണ്ടുവരാം കേട്ടാ. എന്നാ ഞാൻ പോന്നേ, ഞാൻ വേഗം ആക്കട്ടെ, ഇട്ടാവാനായില്ലേ. അപ്പോൾ അച്ഛൻ കൊടുത്ത മത്തിയിലതാ വൃത്തി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയാക്കാൻ തുടങ്ങിയാണ്, സമയം കുറച്ച് വൈകിപ്പോയി. ഞാൻ ഒന്ന് പുറത്തെല്ലാം പോയി, അപ്പോൾ വരാൻ കുറച്ച് സമയം വൈകി. അപ്പോൾ അത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അണറിൻ്റെ അനിയന് അണറിൻ്റെ അനിയാ അന്നേതിന് വരഞ്ഞു വെച്ചിനി അല്ലേ. എന്നാൽ പിന്നെ മത്തിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചട്ടിയുടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇന്ന് സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ടായിനാ. അല്ല ഞാൻ പോകുമ്പോൾ ഓഫീസ് റൂമിനകത്ത് കുറേ അമ്മമാരാടെ ഇരിക്കുന്നുണ്ടായി. നീ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗല്ലേ? ടീച്ചറോട് വിളിച്ചു പറഞ്ഞിട്ടേ? ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, എത്തും വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് എത്താൻ പറ്റില്ല. ഓണാഘോഷ പരിപാടിയും പറയാനാണ്. നക്ഷത്ര കൂട്ടുകാരികളെ ഇന്ന് ആനിച്ചിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇന്ന് ആരാട്ടനും പെണ്ണെ ഇവളെ കൂട്ടാൻ പോയി. അശ്വിനെ കൂട്ടാൻ ഞാനൊന്ന് പോയി. നീ എന്നിട്ട് ഉലുവയിട്ടിട്ടുണ്ടേ. ഇവിടെ അധികം പോലെ ഇവിടെ ഏച്ചക്ക് സൂണ്ടായിട്ടാ. ഇവിടെ ഏച്ചക്ക് സൂണ്ടായിട്ട്, അതുകൊണ്ട് ഇവള് ഫൈനായിട്ട് പോയിനി. വരാൻ വൈകി. രണ്ട് കൂട്ടുകാരികൾ ആനയിച്ചിട്ടാണ് കോണ്ടാക്ട്. അല്ലാതെ നിധിയും വേദിയും ഇവര് രണ്ടോളം ആനയിച്ചു ഞാൻ അടുത്തേക്ക്. ആയാ ഒരു പോയി തരാ. എന്നിട്ട് ഇനിയിപ്പം ഇഞ്ചി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇടാം, പച്ചമുളക് നോക്കിച്ചെടുക്കാം. അച്ഛൻ പറഞ്ഞു സ്കൂള് കൂട്ടിട്ട് 2-3 ദിവസമെങ്കിലും ഇവിടെ വെക്കണം. സ്കൂള് കൂട്ടിട്ട് എന്റെ അച്ഛൻ കണ്ടങ്കാളി അച്ഛനാ, ഈർത്തച്ഛനാ. അയ്യോ അത് കേൾക്കൂല. അതും കേട്ടു. ഈർത്തച്ഛനാ, ഈർത്തച്ഛന്റെ മീൻ തന്നിനി. കുറച്ചധികം വാങ്ങിയെന്ന് അതുകൊണ്ട് മത്തിക്കറി. ഇവള് വരാൻ വൈകിയോണ്ട് ഞാൻ ഇടയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് പുറത്തൊന്നും പോയില്ല. ഇപ്പൊ പുറത്തേക്ക് പോയിട്ട് വന്നത്, അതുകൊണ്ട് മീൻ കിട്ടിയില്ല. അച്ഛൻ പുറത്ത് മീൻ ഉണ്ടായതുകൊണ്ട് ഇന്ന് മീൻ കറിയാക്കുന്നത്. സാമ്പാറുണ്ടാ? ഓ, ആ സാമ്പാർ കിട്ടിട്ട് ഞാൻ നേരത്തെ ചോറ് വെച്ചു. സാമ്പാർ മോശമില്ല, ടേസ്റ്റ്. അപ്പൊ ഇത് മൂത്തില്ലേ? ഇന്നത്തെ മീൻ കറി ഇട്ടിട്ടല്ലേ? ഇന്നലെ മീനിന്റെ നീ പൊരിച്ചതിൽ ഉപ്പിട്ടിനാ? ഇന്നലെ ഞാൻ മീൻ പൊരിച്ചതിൽ ഉപ്പിട്ടിട്ട, അത് പോട്ടെ. ഇന്നത്തെ ആ മീൻ ഉണ്ടായില്ലേ കറി, അതെല്ലാം ചീനച്ചട്ടിയിൽ ഞാൻ ചൂടാക്കി വെച്ചു. ഞാൻ കണ്ടിട്ട കാണുവാ. ഉപ്പിടാതെ മീൻ പൊരിയിൽ ഞാൻ ഇന്നലെ ഉപ്പിട്ടിട്ട. അതേ സന്തോഷം. അതും കൂട്ടിട്ട് ചോറ് വെച്ചു. സാമ്പാർ ഉണ്ടായി, സാമ്പാർ ടേസ്റ്റ് ഉണ്ടായി. നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക, അതോടൊപ്പം തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയുള്ളി എന്താ കളറ്? ചെറിയുള്ളി പുറത്തേക്ക് കാണില്ല, കഷ്ടപ്പെട്ട് കുറിച്ചത് ഞാനാണ്. ഉള്ളി തോല് കളഞ്ഞിട്ട്. ഉള്ളി അധികം ഒന്നുമില്ല, ചെറിയുള്ളി ഇട്ട ടേസ്റ്റ്. ചെറിയുള്ളി എല്ലാം ടേസ്റ്റ് സാധനമല്ല. മൂക്കത്ത്
അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇനി മുളക് പൊടി കേട്ടോ, രണ്ടും കൂടി മിക്സാണ് കേട്ടോ. കാശ്മീരി സാധാ മുളക് പൊടി അല്ലേ, മിക്സ്. ചൂണിയിട്ട പൊടി ലേശം. നമ്മുടെ പൊടിയിലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇറക്കി കൊടുക്കാം. അത് നമ്മളെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാളംപുളിയാണ്, കുടംപുളി ഉണ്ട്, പക്ഷേ ഇവിടെ കുടംപുളി എല്ലാം കൂട്ടൂല, ആ വർഷമുണ്ട്. നക്ഷത്രക്കും തീരെ ഇഷ്ടമല്ല. കുറച്ച് ചൂടുവെള്ളം കൂടി കേട്ടോ, ഉപ്പിടണം. ഇല്ലേ കുറച്ചുകൂടെ ചാറ് കൊണ്ടേ ലേശം ഉണക്കിക്കോ. ലേശം ഉപ്പിട്ട ഭാഗത്ത് ഞാൻ ഇടാൻ ഉപ്പില്ലാതെ ഇട്ടാൽ ശരിയാവൂല. ഞാൻ ഉപ്പ് ഇടൂല, അല്ലെങ്കിൽ അല്ലാതെ ഒന്നൊക്കെ ഉപ്പിടും, അല്ലെങ്കിൽ പിന്നെ ഉപ്പിടലുണ്ടാവില്ല. ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കുക, നോക്കിയിട്ടിട്ടല്ലേ. നോക്കിയിട്ടിടാം. ഉപ്പിൻ്റെ അകത്ത് ഇങ്ങനെ തീരെ അതന്നെ ഇന്നലെ മീൻ പൊരിക്കുമ്പോൾ ഉപ്പിട്ട് നീ ചൂടാവിട്ട് കേട്ടോ. നശിച്ചിരിക്കും നോക്കാം. നഷ്ടം എന്നെക്കാട്ട് വലുതായി കേട്ടാ. എത്ര വട്ടം വെച്ചു ഇത്ര പോലെ കഴിച്ചു കൊടുക്കും. നഷ്ട സ്റ്റൂൾ വെച്ചിട്ട് എന്നെക്കാട്ട് വലുതായി കേട്ടാ. സ്റ്റൂളുമ്പിൽ നിൽക്കുന്നു കേട്ടാ. ലത കുളിക്കാൻ പോയിച്ചായില്. അപ്പോൾ അരപ്പ് തിളക്കുമ്പം എന്നോട് മീനിടാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല അച്ഛൻ കറി വേക്കാക്കട്ടെ അച്ഛൻ. ഞാൻ വായിക്ക്, പരീക്ഷയല്ലേ കേട്ടാ, ഞാൻ വായിക്ക്. ജയിക്കൂലേ? എനിക്ക് ഓണപ്പരീക്ഷയല്ലേ ഇപ്പം. അങ്ങനെ നമ്മുടെ അരപ്പ് തിളക്കലായേ. അപ്പോൾ ഇനി നമ്മുടെ മീൻ ഇടാം. നല്ല നെയ്മത്തി കൊടുക്കാം. മത്തി നമ്മുടെ മസാലക്കൊന്ന് വേവിട്ടോട്ടെ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയി കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോറ് എല്ലാവരും എടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഉണ്ട അടിപൊളിയല്ലേ. ഒരു കഷ്ണം, കുറച്ച് ചാറും, ഒറ്റ കഷ്ണം മതി. എല്ലാവർക്കും ഒത്തണ്ടായിരുന്നു. മതി. അത് ചാറ് ഒഴിച്ച ചാറ്, കുറുകിയ ചാറ് ആയിട്ട്. അപ്പം മത്തിയിലെ കിണറാണ് കേട്ടോ. മതി. അപ്പം നമ്മുടെ ചോറെടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വന്നിട്ടുണ്ടേ. കഴിക്കാം രാത്രി അത്താഴം. അതാ മത്തിയുടെ ചാറ് ഉണ്ട് കേട്ടോ, നല്ല കുറിയ ചാറ്. ചോറ് കുഴച്ച് നോട്ടെ. നല്ല കറിയായിരുന്നു കേട്ടോ. നല്ല നെയ്മത്തി ആയതുകൊണ്ട് ആ മത്തിയുടെ നെയ്യുടെ ചുവയെല്ലാം ഉണ്ട്. ചാറ് കുറുകി വന്നു. മത്തി മുട്ട തേങ്ങാപ്പേരിയായിട്ട് ഇട്ടതാണ് കേട്ടോ. ചോറിനൊപ്പം കുഴക്കാം. കറി ഒരുപാട് വേണമെന്നില്ല. നല്ല കുറിയ ചാറോടുള്ള മത്തിക്കറിയാൻ കഴിയും. സംഭവം കുറച്ച് ചാറ് മതി.
എന്നാ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ.